അങ്ങോട്ട് വരുമ്പം ഭയങ്കര ടേസ്റ്റ് മണമൊക്കെയാണ് ഇതിന്. ഇനി നമുക്കൊന്ന് മൊത്തം ഒന്ന് ഇളക്കുക. പയറ്, കടല, മുതിരയിലടം മുളപ്പിക്കാൻ വെച്ചതാണ്. ഇത് വെള്ളത്തിൽ ഇട്ടിട്ട് നിങ്ങൾ വെച്ചേക്കുക. വൈകുന്നേരം വെള്ളം ഊറ്റി വെക്കുക. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേനും ഇങ്ങനെ മുട്ടച്ചിരിക്കും, നന്നായിട്ട് മുള വന്ന്. എന്നിട്ട് ഇതൊന്ന് വേവിച്ച് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പച്ചയ്ക്കാണെങ്കിലും ചെറുപയർ തന്നെ കഴിക്കാം, പച്ചപ്പയർ. ബാക്കിയെല്ലാം ഒന്ന് വെന്തിട്ടാണ് നല്ലത്. വെള്ളം ഒഴിച്ചു, പയറൈറ്റം മാത്രം. അത് ഒരു 2 പ്രാവശ്യം അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ കുക്കർ ഓഫാക്കി വെക്കുക. പച്ചമുളക്, മഞ്ഞൾപ്പൊടി, കുരുമുളക്, ഇത് വെളുത്തുള്ളി കഴുകിയിട്ട് തൊണ്ടോട് കൂടി തന്നെയാണ്. ഇതെല്ലാം കൂടെ നമ്മൾ സെപ്പറേറ്റ് ചതച്ചെടുത്താണ് വെക്കുന്നത്. സവോളയൊക്കെ ഒരു ഇതും വലുതായിട്ട് അരിഞ്ഞെടുത്തു. ഇങ്ങനെ ചതച്ചെടുക്കണം. സമയമില്ലാത്തതുകൊണ്ടാണ് അരിയാത്ത. ഇതിൻ്റെ കൂടെ നമുക്ക് ക്യാബേജിൻ്റെ ഇലയും കൂടെ വേണം ചേർക്കാം, നാരങ്ങ നീര് ചേർക്കാം. നന്നായിട്ട് ഞെരടിയെടുക്കുക. ഇത് റോയാണ്. താങ്ക് യു. ഇനി ബാക്കി ചതച്ച് വെച്ചേക്കുന്ന സംഭവം എല്ലാം കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് വെളിച്ചെണ്ണയാണിത്. വെളിച്ചെണ്ണ നമുക്ക് 1/2 സ്പൂണ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് വീണ്ടും ഒന്നും കൂടെ അടുപ്പിച്ച് കഴിയുമ്പോഴത്തേനും സൂപ്പറായിട്ടുള്ള ഒരു കറി റെഡിയാണ്. നമുക്ക് നമ്മുടെ പയറൊക്കെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഉച്ചയ്ക്കാണെങ്കിൽ നമുക്ക് വെജിറ്റബിൾ സാലഡിൻ്റെ കൂടെ ഇത് കഴിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വളരെയേറെ നമ്മൾ പയറ്, കടല, മുതിരയിലടം മുളപ്പിക്കാൻ വെച്ചതാണ്. ഞാൻ സാധാരണ ഇന്ന് രാവിലെ ഇത് വെള്ളത്തിലിട്ടിട്ട് പോയിട്ട് വൈകിട്ട് വെള്ളമെല്ലാം നന്നായിട്ട് കഴുകി കളഞ്ഞിട്ട് വെള്ളമില്ലാതെ മൂടി വെക്കും. അപ്പോൾ നമ്മുടെ പയറൊക്കെ നല്ല രീതിയിൽ മുളച്ചിരിക്കും. അപ്പോൾ നമ്മളിതിനെ ഇനി കുക്കറിൽ വേകാൻ വെക്കാം. എന്നിട്ട് 2 പ്രാവശ്യം ഇത് അടിച്ചിട്ടുണ്ട്. നമുക്ക് തീ നിർത്തി വെക്കാം. ഇതാണ് നമുക്ക് ചെറിയുള്ളി ചേർക്കാം. ചെറിയുള്ളി വേകാനായിട്ട് ഇട്ടപ്പം 2 ചെറിയുള്ളിയും പച്ചമുളകും ഇട്ടിട്ടുണ്ട്. ഇതൊരു സവോള, ഒരു ബീട്രൂട്ടാണ്. ഇതിനെ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. കുരുമുളക് ഇങ്ങനെ നന്നായിട്ട് ചതച്ചെടുത്തു. അത് ബീട്രൂട്ടും സവോളയൊക്കെ ഒരു ഇതും വലുതായിട്ട് അരിഞ്ഞെടുത്തു. ഇനി നമുക്ക് വെളുത്തുള്ളി ഇങ്ങനെ ചതച്ചെടുക്കണം. അതിൻ്റെ തൊലിക്കകത്ത് കിടക്കുമ്പോഴാണ് അതിൻ്റെ പ്രത്യേക ടേസ്റ്റ് തോരന് കിട്ടുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ. ഇതൊരു സ്പെഷ്യൽ കൂട്ടുകറിയാണ്. നമ്മുടെ പയറിങ്ങനെ വെന്തിട്ടുണ്ട്, നല്ല രീതിയിൽ തന്നെ വെന്തിട്ടുണ്ട്. ഒരു 3 പ്രാവശ്യം കഴിക്കുന്നത് കുതിർന്നായതുകൊണ്ട് ശരിക്കും പെട്ടെന്ന് വേകും. മുളച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് വേകാൻ എളുപ്പമാണ്. ഇനി അതിലോട്ട് നമുക്ക് ബാക്കിയെല്ലാം കൂടെ ഇട്ട് വെക്കാം. നമ്മുടെ പച്ചക്കറികൾ അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി ബാക്കി ചതച്ച് വെച്ചേക്കുന്ന സംഭവം എല്ലാം കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് വെളിച്ചെണ്ണയാണിത്. വെളിച്ചെണ്ണ നമുക്ക് 1/2 സ്പൂണ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് വീണ്ടും ഒന്നും കൂടെ അടുപ്പിച്ച് കഴിയുമ്പോഴത്തേനും സൂപ്പറായിട്ടുള്ള ഒരു കറി റെഡിയാണ്. നമ്മുടെ ചെറുപയർ, മുതിരയൊക്കെയാണ്. ഇതിനെ എളുപ്പത്തിൽ മുളച്ച് കിട്ടുമ്പോഴാണ് ബോഡിക്ക് ഏറ്റവും നല്ലതായിട്ട് അതിൻ്റെ വൈറ്റമിൻസൊക്കെ എടുക്കാൻ പറ്റുന്നത്. അപ്പം രാവിലെ ഇത് വെള്ളത്തിൽ ഇട്ടിട്ട് നിങ്ങൾ വെച്ചേക്കുക. വൈകുന്നേരം വെള്ളം ഊറ്റി വെക്കുക. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേനും ഇങ്ങനെ മുട്ടച്ചിരിക്കും, നന്നായിട്ട് മുള വന്ന്. എന്നിട്ട് ഇതൊന്ന് വേവിച്ച് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പച്ചയ്ക്കാണെങ്കിലും ചെറുപയർ തന്നെ കഴിക്കാം, പച്ചപ്പയർ. ബാക്കിയെല്ലാം ഒന്ന് വെന്തിട്ടാണ് നല്ലത്. അപ്പം നമുക്ക് ശരീരത്തിന് ആവശ്യമായ ഒരുപാട് വൈറ്റമിൻസ് ഉണ്ട്. ഇതിനെക്കുറിച്ചൊന്നും ഞാൻ വിശദീകരിക്കണില്ല. ഇത് കുക്കറിലോട്ട് ഒന്ന് വേകാൻ വെച്ചിട്ട് നമുക്ക് കുറച്ച് പച്ചക്കറിയും കൂടെ ആഡ് ചെയ്യേണ്ടതാണ്. സമയമില്ലാത്തതുകൊണ്ടാണ് അരിയാത്ത. ഇതിൻ്റെ കൂടെ നമുക്ക് ക്യാബേജിൻ്റെ ഇലയും കൂടെ വേണം ചേർക്കാം, നാരങ്ങ നീര് ചേർക്കാം. നന്നായിട്ട് ഞെരടിയെടുക്കുക. ഇത് റോയാണ്. താങ്ക് യു.